ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്യുവർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനിയാണേ. ഇന്നത്തേതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ്. കുറച്ചധികം ഇലച്ചെടികളും പൂച്ചെടികളും 50 രൂപയും അതിൽ താഴെ മാത്രം റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സ് 3 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ റേറ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അതായത് ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വരുന്ന സൺഡേ ഉച്ചതിരിഞ്ഞ് 2 മണി വരെ ആയിരിക്കും ഈ ഒരു റേറ്റിൽ പ്ലാന്റ് വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുക. ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇതിലേതെങ്കിലും പ്ലാന്റ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, പ്ലാന്റ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ സാധാരണ ഇത് കൊടുക്കാറുള്ള ഒരു റേറ്റ് ഉണ്ടല്ലോ, ആ ഒരു റേറ്റിനാണ് തരിക കേട്ടോ. ഞാനത് പ്രത്യേകം എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ചിലർ വളരെ ലേറ്റായിട്ടായിരിക്കും വീഡിയോ കാണുന്നത്. ചിലപ്പം 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഓഫർ റേറ്റിൽ പ്ലാന്റ് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇടുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. വീഡിയോ കണ്ടിട്ട് അതിലേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് എഴുതി അയക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതല്ലെങ്കിൽ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരിക DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ്. ഇതുകൂടാണ്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങാനുള്ള വേറെ 1-2 സൗകര്യം എന്ന് പറയുന്നത്, ചാലക്കുടി ഹൈവേ പാസ് ചെയ്ത് പോകുന്നവരുണ്ടാവുമല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സ്പോട്ടിൽ, അതായത് ചാലക്കുടി ഹൈവേയുടെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നിങ്ങൾ പറയുന്നിടത്ത് നമ്മൾ പ്ലാന്റ് എത്തിച്ചു തരും. ബൾക്കായിട്ട് പ്ലാന്റ് വാങ്ങുന്നവർ കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരില്ല, പ്ലസ് പ്ലാന്റ് പാക്ക് ചെയ്ത് വിടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം. പിന്നെ വേറൊരു സൗകര്യം എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് നിങ്ങൾക്ക് അടുത്തുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ പറയുന്ന ദിവസം ട്രാൻസ്പോർട്ട് ബസ്സിൽ പ്ലാന്റ് അയക്കും. നിങ്ങളുടെ അടുത്തുള്ള ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് അത് കളക്ട് ചെയ്യണം. 13 കിലോ വരെ അയക്കുന്നതിന്, നാട്ടിലേക്ക് അയക്കുന്നതിന് 350 രൂപ വരെ റേറ്റ് വരുന്നുള്ളൂ. ഒരു പക്ഷേ സെയിം ഡേയിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നവർ ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്കിനി സെയിലിനുള്ള പ്ലാന്റ്സ് കണ്ടാലോ. നമ്മൾ തുടങ്ങുന്നത് ജെയ്ഡ് പ്ലാന്റ് ഇതാണ്. ഒരു കുഞ്ഞു മരത്തിൻ്റെ ലുക്കിൽ നമുക്ക് വളർത്താവുന്ന ഒരു ചെടിയാണ് ജെയ്ഡ് പ്ലാന്റ്. ഇൻഡോറിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്തൊക്കെ നമുക്കിത് വെക്കാം കേട്ടോ. നല്ല ഫ്ലഷി ആയിട്ടുള്ള കട്ടിയുള്ള ഇലകളാണ് ഇതിൻ്റെ. ജെയ്ഡ് പ്ലാന്റിൻ്റെ ഓഫർ റേറ്റ് 50 റുപ്പീസാണേ. ഒരുമാതിരി നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുമാണ്. രണ്ടാമത്തെ പ്ലാന്റ് ബോക്സ് യുജീനിയാണ്. ഒരുമാതിരി എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു ചെടിയാണിത്. ഇലകളുടെ ഷേപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. ഒരു പ്രത്യേക ചെന്താണ് ഈ ചെടിക്ക്. ഇലകളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ആയിരിക്കും. കുഞ്ഞു കുഞ്ഞു ഇലകൾ ബുഷിയായിട്ട് നിൽക്കുമ്പോഴേ നല്ല രസമാണ്. ഇപ്പോൾ ഈ ചെടിയുടെ ഇലകൾക്ക് നിങ്ങൾ 2 കളറല്ലേ കാണുന്നത്. ഇതിൽ 3 കളർ വരും കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് കളറും കൂടെ കയറി വരും. ഒരു അടിപൊളി ചെടിയാണിത്. ഇതും നമ്മൾ വെറും 50 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബോക്സ് യുജീനിയ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ. വാട്സപ്പ് നമ്പർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിടുന്നുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ഈ ഒരു വെറൈറ്റി യുജീനിയാണ്. നല്ല വെയിലത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കടുത്ത, ഇതിനേക്കാളും കളർ വരും കേട്ടോ. നല്ല നിരയായിട്ട് ഈ ചെടികൾ അങ്ങ് നട്ട് കൊടുത്താലുണ്ടല്ലോ അസാധ്യ ലുക്കായിരിക്കും. ഇതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ വാങ്ങാറുള്ള പ്ലാന്റാണ്. ഒരു പ്ലാന്റിന് ഇതും 50 രൂപയാണ്. നാലാമത്തെ പ്ലാന്റ് സയാഗ്ര പാമാണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാവുന്ന ഒരു പാം വെറൈറ്റിയാണ്. നല്ല വെള്ള കളറ് ചട്ടിയിലൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്കായിരിക്കെ. സയാഗ്ര പാമ്പിൻ്റെ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. അടുത്ത സുന്ദരി ചെടി എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ തനിനാടൻ ചെടി ചേഞ്ച് റോസാണ്. നല്ല വലിപ്പമുള്ള പൂക്കൾ, വിരിയുമ്പം വെള്ള, അത് കഴിഞ്ഞ് പിന്നെ പിങ്കാവും, പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഡാർക്ക് പിങ്കാവും. ചേഞ്ച് റോസിൻ്റെ ഒരു പ്ലാന്റിനും 50 രൂപ തന്നെയാണ്. ഈ ചെടിയൊക്കെ ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും തറയിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ വളരുന്ന ചെടിയാണ്. ഇനിയുള്ളത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലാതെ നമുക്ക് വളർത്താവുന്ന ബ്ലൂ ഡേയ്സ് ആണ്. ഇത് നമുക്കൊരു ചട്ടിക്കകത്ത് ചുമ്മാ അങ്ങ് നട്ടുപിടിപ്പിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല തൂക്കിയിട്ടിട്ട് വളർത്താം. എന്നും നിറഞ്ഞു പൂണ്ടാവുന്ന ചെടി, അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് വെക്കാനായിട്ട്. ബ്ലൂ ഡേയ്സിൻ്റെ ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ ഒരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് അരുത. ഒത്തിരി പേര് ഈ ചെടി ആവശ്യപ്പെടാറുണ്ട്. പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഈ ചെടീനെ കൊണ്ട്. വീട്ടിൽ പാമ്പ് വരാണ്ടിരിക്കാനാണ് മെയിനായിട്ട് ഈ ചെടി ആളുകൾ നടണത്. പാമ്പിനെ ഓടിക്കുന്ന ചെടി അത്. ഇതിൻ്റെ മണം പാമ്പിന് ഇഷ്ടമാവാണ്ടാവുള്ളൂ, നമുക്കും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. ഞാനും ഇടയ്ക്കൊക്കെ ഒന്ന് മണത്ത് നോക്കും. ഇത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അങ്ങ് മണത്ത് വരുമ്പോൾ ഒരു രൂക്ഷഗന്ധം വരും. പിന്നെ ഈ ഇടയ്ക്ക് ആരോ എന്നോട് പറഞ്ഞൊരറിവാണ്, കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൃഷ്ടിദോഷം കിട്ടാതിരിക്കുക എന്ന് പറയില്ലേ, അതിന് ഉഴിഞ്ഞിടും അത്ര ഇതിൻ്റെ ഇല. എനിക്കറിയില്ല, കേട്ടുകേൾവി മാത്രമാണ്. ശ്വാസകോശ സംബന്ധമായിട്ട് അസുഖങ്ങൾക്ക് ഒരു മരുന്നുണ്ടാക്കാനായിട്ട് ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കേണ്ടത് എനിക്കറിയാം. കാര്യം എന്തൊക്കെയായാലും ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ്. കറിവേപ്പിൻ്റെ തൈ വേണ്ടവർക്ക് 50 രൂപയ്ക്ക് അതിൻ്റെ തൈ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ കുറേ പേരില്ലേ എത്ര വേപ്പ് നട്ടാലും പിടിച്ച് കിട്ടാത്തവർ, അപ്പോൾ ഒരു പരീക്ഷണമായിട്ട് ഇതും വാങ്ങി നട്ടു നോക്കാം. അടുത്ത ചെടി എന്ന് പറയുന്നത് നമ്പ്യാർവട്ടത്തിൻ്റെ കട്ടപ്പൂവാണ്. ഞാൻ എപ്പോഴും നമ്പ്യാർവട്ടം എന്ന് പറയാറ്. ഈ ഇടയ്ക്കാണ് ആരും എനിക്കത് തിരുത്തി തന്നത്. നമ്പ്യാർവട്ടം അല്ല, നന്ദ്യാർവട്ടമാണ്. ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനെ പറഞ്ഞാണ് ശീലിച്ചത്. ഇതൊരു പ്ലാന്റിന് 50 രൂപയാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ചെടിയാണ്. ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ ചെടിയുണ്ട്. ഒരു ചെടിക്ക് 40 രൂപയാണ് കേട്ടോ. ഈ ചെടി നമുക്ക് വള്ളിച്ചെടിയായിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്താവുന്ന ചെടിയാണ്.
എപ്പോഴും പൂവുണ്ടാവും. സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി ഉണ്ട്, നല്ല അടിപൊളി ചെടിയാണ്. ഒരു പ്ലാന്റിന് 30 രൂപയാണ്. ഇൻഡോറായിട്ടും നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ ഒത്തിരി സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് നടാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചെടി സോങ് ഓഫ് ഇന്ത്യ. നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒരു പരിഭവം ഇല്ലാത്ത ചെടിയാണ്. ഈ ചെടി ഒരെണ്ണത്തിന് 40 രൂപയാണ് റേറ്റ് കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്കുള്ള ചെടി ഇത് തന്നെയാണ്. ഒന്ന് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കാലാകാലങ്ങളോളം നിന്നോളും. ഇതുപോലെ നല്ല ഇടിവെട്ട് കളറിൽ ഇലകളുണ്ടായി നിൽക്കുന്ന ഗോൾഡൻ ലിഡിയം, അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു മരമായിട്ട് വളരും കേട്ടോ ഈ ചെടി. ചെറുതായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. നല്ല വയലറ്റ് കളറിൽ കുനുകുനാന്ന് പൂക്കൾ നിറച്ചുണ്ടാകുന്ന വയലറ്റ് കൂഫിയ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാൽ സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന വേറൊരു ചെടിയാണ് മെലസ്റ്റോമ. മെലസ്റ്റോമയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 50 രൂപയാണ്. ഇതൊക്കെ നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് മുമ്പത്തെ വീഡിയോകളിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഈ യെല്ലോ മാൻഡിവില്ല നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. യെല്ലോ മാൻഡിവില്ലയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 50 രൂപ തന്നെയാണ്. ഈ റേറ്റിന് ഈ പ്ലാന്റ്സ് അടുത്തെങ്ങും ഇനി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടവരൊക്കെ വേഗം വാങ്ങിച്ചോട്ടോ. ഈ ചെടിയൊക്കെ പെട്ടെന്ന് വളർന്ന് നിറഞ്ഞു പൂക്കുന്ന ചെടികളാട്ടോ. ഞാൻ നേരത്തെ നന്ദ്യാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റൽ കാണിച്ചായിരുന്നല്ലോ. ഇത് സിംഗിൾ പെറ്റൽ മിനിയേച്ചറാണ് കേട്ടോ. ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. ഇത് നമുക്ക് ചട്ടിയിൽ നടാം, അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾക്കൊക്കെ ബോർഡർ വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. നോക്കിയാൽ ഒരു കിടു പ്ലാന്റ് ബോളരേലിയ, നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ട്രിം ചെയ്ത് നല്ല ഉണ്ട പോലെ നിർത്തുക. ഇതൊരു പ്ലാന്റ് 50 രൂപ തന്നെ. നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഇൻഡോർ ബാമ്പു ഉണ്ട്. ഒരു പ്ലാന്റ് 50 രൂപ. മണ്ണിലോ വെള്ളത്തിലോ ഒക്കെ നടാം കേട്ടോ. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഷെയ്ഡഡ് ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ മെഴുകു പോലെ തിളങ്ങണ ഇലകളുള്ള ഈ ഒരു ചെടി ബ്രൗണി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഈ പ്ലാന്റ് 40 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഒരു പൂവ് ഉണ്ടാവും കേട്ടോ അതുമേ. കോഡ് ലൈൻ്റെ ഈ ഒരു വെറൈറ്റി മുമ്പൊക്കെ ഞാൻ സെയിൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായി ഇത് കൊടുത്തിട്ട്. നമുക്ക് പ്ലാന്റ് അവൈലബിൾ അല്ലായിരുന്നു. സൈഡിലിങ്ങനെ ക്രീം ലൈൻ വന്നിട്ട് നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട്. ഒരു പ്ലാന്റിന് 50 രൂപയാണേ. വലിപ്പമുള്ള പ്ലാന്റാണ്. നല്ല അരങ്ങ് പോലെ നിറഞ്ഞ മജന്ത കളറിൽ പൂക്കളുണ്ടാകുന്ന ലോറാപെറ്റാലത്തിൻ്റെ പ്ലാന്റ്സിൻ്റെ ഇലയും പൂവൊക്കെ ഒരുപോലെ തന്നെ ഭംഗിയാണ് കാണാനായിട്ട്. 50 രൂപയാട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഡയാന്തസിൻ്റെ ഒരു 5-6 കളർ വെറൈറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാ കളറും ഒരുപോലെ എണ്ണമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ മതി എന്നുള്ളവർക്ക് ഒരു പ്ലാന്റ് 25 രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ. എത്ര കളർ വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി. ഇനിയുണ്ടല്ലോ, നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് അതിൽ സെറ്റ് ചെയ്യാവുന്ന കുറച്ച് ഒരു 3-4 വെറൈറ്റി പ്ലാന്റ്സ് ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഓരോ പ്ലാന്റിനും വില വരുന്നത് 25 രൂപയാണ്. 25 രൂപ പ്ലാന്റ്സ് 10 പീസിലധികം എടുക്കുന്നവർക്ക് നമ്മൾ 20 രൂപയ്ക്ക് തരും കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു ഗ്രീൻ ഗ്രാസ് പോലത്തെ പ്ലാന്റാണ്. ഇത് ഞാനിപ്പോൾ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ചട്ടിയിൽ നടണമെങ്കിൽ അങ്ങനെ നടാം. രണ്ടാമത്തത് ഈ ഒരു ലെമൺ കളറിൽ വരുന്ന ബുഷി പ്ലാന്റ് ആണ്. ഓരോ പ്ലാന്റിനും 25 തന്നെയാണെന്ന് ഞാൻ ഓരോന്നിനും എടുത്ത് പറയണ്ടല്ലോ. ഇത് വേറൊരു അടിപൊളി വെറൈറ്റി ആട്ടോ. പച്ച കളറ്, അതിൻ്റെ തുമ്പത്ത് യെല്ലോയും ക്രീമും 2 മിക്സ് ചെയ്തിട്ടുള്ള തുമ്പലകളാണ് വരുന്നത്. ഇത് ബ്രൗൺ കളറിലെ ഇലകൾ വരുന്നത്. ഇത് നമ്മൾ പൊതുവെ കണ്ട് പരിചയമുള്ളൊരു വെറൈറ്റി ആണല്ലോ അല്ലേ. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. പച്ചയും ഒരു ക്രീം ഷെയ്ഡൊക്കെ ഉള്ളൊരു വെറൈറ്റി. പിന്നെ ഈ ഒരു ചെടി ഇതിൽ കുറേ കളറുകളുണ്ട്. ബ്രൗൺ തന്നെ പല ടൈപ്പ്, ബ്രൗണ്, പിങ്ക്, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇതിനൊക്കെയും വെയിൽ വേണം കേട്ടോ. വെയിലുണ്ടെങ്കിലാണ് ഇത്രയും കളറുകൾ ഉണ്ടാവുള്ളൂ. ഇതിൽ വെയിലില്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെറുതെ ബ്രൗൺ കളർ മാത്രമായിട്ട് നിൽക്കുന്ന കാണാം. അപ്പോൾ ഈ കാണിച്ച പ്ലാന്റ്സ് ഏതാ വേണ്ടതെന്നുള്ളത് മെസ്സേജ് ഇട്ടാൽ മതി. നാടൻ പീസ് ലില്ലിയുടെ ചെറിയ പ്ലാന്റ് 40 രൂപയ്ക്കുണ്ട്. നമുക്ക് ഇൻഡോറായിട്ടും അതുപോലെ ഔട്ട്ഡോറിൽ ഷെയ്ഡഡ് ഏരിയയിലൊക്കെ നടാവുന്ന ചെടിയാണ്. സിങ്കോണിയത്തിൻ്റെ ഈ ഒരു തത്തപ്പച്ച കളർ പ്ലാന്റ് 30 രൂപ. അതുപോലെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന അൽപ്പിനിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 50 രൂപയാണ്. പിന്നെ നമ്മുടെ ജസ്റ്റീഷ്യ ഉണ്ടല്ലോ, വാദം കൊല്ലി, അതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കോഡ് ലൈൻ്റെ ഈ ഒരു തത്തമ്മ പച്ചയും ഡാർക്ക് പച്ചയും കൂടെ മിക്സ് ആയിട്ടുള്ള വെറൈറ്റി, നല്ല അടിപൊളി വെറൈറ്റി അല്ലേ ഇത്. ഇത് 50 രൂപ. അതുപോലെ ജസ്റ്റീഷ്യയുടെ നാടൻ വെറൈറ്റി ഇതുപോലെ ചുമന്ന പൂക്കളുണ്ടാകുന്ന ചെടിയുടെ ഇത് ഈ സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. 20 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലാന്റ് പെന്നി വോർത്താണ്. ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. അപ്പോൾ ഞാൻ ഇഷ്ടം പോലെ പ്ലാന്റുകൾ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഗാർഡനിങ് തുടങ്ങാൻ പോകുന്നവർക്കും അല്ലാതെ തന്നെ വീട്ടിൽ പ്ലാന്റ്സ് കുറവുള്ളവർക്കൊക്കെ നോർമൽ റേറ്റിൽ വാങ്ങി നടാവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓഫർ സെയിൽ ഇട്ടിട്ട് കുറച്ചധികം നാളായിരുന്നു. സമയക്കുറവുണ്ടാണ് കേട്ടോ. പ്ലാന്റ്സ് കുറവ് റേറ്റിനുള്ളത് ഇടുമെന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി നല്ലതല്ലേ, ചെറിയ ചെറിയ ചെടികളിൽ നിന്ന് അവർക്ക് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി പേര് ബോഗൺവില്ല പ്ലാന്റ്സ് ചോദിക്കേണ്ടത്. നമുക്ക് അടുത്ത മാസം പകുതിയോടുകൂടി ബോഗൺവില്ലയുടെ സെയിൽ തുടങ്ങും. എല്ലാവരും വെയിറ്റ് ചെയ്യുക.
എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചു വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.